അവനൊരു വിജയം ഉണ്ടായാൽ അതിൽ ആരെക്കാളും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതെന്തുകൊണ്ടാണെന്നറിയോ? കുഞ്ഞിലേ മുതലേ അവനെ കൊണ്ട് നടന്ന് നടക്കാൻ പോലും പഠിപ്പിച്ചത് ഈ ഞാനാ. ബിസിനസ് പറഞ്ഞു കൊടുത്തത് ഞാനാ. പ്രണവിന്റെ വിജയം മറ്റൊരാൾ പറഞ്ഞു കേൾക്കുമ്പോ എനിക്കുണ്ടാകുന്ന സന്തോഷത്തിന് അതിരില്ല. ഏട്ടാ ആ വാടാ, കേറി വാ. ഒരുപാട് സന്തോഷമായിടാ. ഇപ്പൊ നിധി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഏയ് എന്തോ നാടാ ഇത്. എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഓൾ ദി ബെസ്റ്റ് മോനെ. ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് കിട്ടി. ഒന്നിലും ഞാൻ തൃപ്തനായിരുന്നില്ല ഏട്ടാ. എന്റെ ഏട്ടനെ നാവിൽ നിന്നും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഇത് നീ അർഹിക്കുന്ന പ്രണവേ. നിന്റെ ഹാർഡ് വർക്കിന് കിട്ടിയ പ്രതിഫലമാണ്. നിന്റെ കഴിവിനുള്ള അംഗീകാരമാണ്. നിന്റെ ടാലന്റ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് ബിസിനസ് ലോകം അറിയണം. അത് പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഡാ. താങ്ക്സ് ഏട്ടാ. നിന്റെ ചേട്ടൻ ഇതുകൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും. പക്ഷെ എനിക്കിതൊന്നും പോരാട്ടോ. ഏറ്റവും ഉയരങ്ങളിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ്മാൻ ആവണം നീ. അപ്പോഴേ ഞാൻ കൺഗ്രാറ്റ്സ് പറയൂ. ഓ അങ്ങനെയാണോ? ഇതിന് ചെറിയ കൺഗ്രാറ്റ്സ് ഒക്കെ പറയാം. ഒരുപാട് ആളുകളിൽ നിന്നും ഒരുപാട് വലിയ കൺഗ്രാറ്റ്സ് ഏറ്റുവാങ്ങാൻ ഈ ഏട്ടത്തിയുടെ വക ഒരു ചെറിയ കൺഗ്രാറ്റ്സ്. സൂപ്പർ ഇടാ. താങ്ക് യു ഏട്ടാ. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടാ വന്നേ. ഇതെന്റെ ഫസ്റ്റ് സക്സസ് അല്ലേ? അതൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നി. നാളെ വൈകുന്നേരം ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു റെസ്റ്റോറന്റ് വെച്ച്. അതില് ഏട്ടനും ഏട്ടത്തിയും ഉറപ്പായിട്ടും വരണം. നാളെ എത്ര മണിക്കാണ്? ഈവനിങ് ഒരു 4 മണിക്കാ. അയ്യോ, നാളെ ഒരു ബാംഗ്ലൂർ ടീം വരുന്നുണ്ട്. 3 മണിക്ക് അവരുമായിട്ടൊരു മീറ്റിംഗ് വെച്ചിരിക്കും. എന്ത് ചെയ്യും? എനിക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലടാ. എന്റെ ഏട്ടാ അങ്ങനെ പറയല്ലേ പ്ലീസ്. ഏട്ടനില്ലാതെ അങ്ങനെ ഒരു ആഘോഷം നടത്തിയിട്ട് എന്ത് കാര്യം? അങ്ങനെ അല്ലടാ, ഇത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. പുതിയ പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാ. നാളത്തെ മീറ്റിംഗ് അല്ലേ, അതൊന്ന് രാവിലത്തേക്ക് മാറ്റിക്കൂടെ? അതല്ലെങ്കിൽ വേറൊരു ദിവസത്തേക്കാക്കാലോ. നോക്ക്, പാർട്ടിയിൽ ഗൗതം പങ്കെടുത്തില്ലെങ്കിൽ ആളുകൾ പറയുന്ന കഥ വേറെ ആയിരിക്കും. പെരുന്തച്ചൻ സിൻഡ്രോം. ഗൗതമൻ അനിയന്റെ വിജയത്തിൽ അസൂയാണെന്ന് പറയും. അതല്ല നിധി, ദുബായിൽ നിന്ന് അവർ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞു. മാറ്റിവെക്കലൊന്നും നടക്കില്ല. ഒരു കാര്യം ചെയ്യാം, നിധി നേരെ അങ്ങ് എത്തിക്കോളും. മീറ്റിംഗ് തീർത്തിട്ട് പരമാവധി നേരത്തെ ഞാൻ അങ്ങ് എത്തിക്കോളാം. അതുപോലെ എന്തോന്നടാ ഇത്? ഞാൻ പറഞ്ഞില്ലേ വരാന്ന്. നിന്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇടയ്ക്ക് ജോയിൻ ചെയ്തോളാം. അതുപോലെ മാക്സിമം നേരത്തെ വരെ നോക്കണം. ഷുവർ. പറ്റുമെങ്കിൽ 4 മണിക്കുള്ളിൽ തന്നെ ഞാൻ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. അല്ല, എവിടെയാ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മുടെ കാർഷിക ബാങ്കിന്റെ ഓപ്പോസിറ്റ് ഒരു ലക്ഷ്മി ഹോട്ടലില്ലേ, അവിടെ. എടാ, അത് പിന്നെ നാളെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റിയാ? അത് എന്ന് വെച്ചാ അവിടെ ഒന്നുമല്ല പ്രണവേ, ഗൗതമിന്റെ ഓഫീസിനെ അവിടേക്ക് വരാൻ ദൂരെ കൂടുതലാണെന്ന് ചിന്തിച്ചിട്ടാവും. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കുറച്ച് വൈകിയാലും അങ്ങ് എത്തിയാ മതി. നീ ടെൻഷൻ ആവണ്ടടാ, ഞങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും പങ്കെടുക്കും. സന്തോഷായി. ഇനി കുറച്ചുപേരോട് നേരിട്ടുണ്ടോന്ന് വിളിക്കാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല ഏട്ടത്തി, ഇത് എന്റെ വീടല്ലേ. ഞാൻ ഇറങ്ങട്ടെ. തിരക്കുള്ളോണ്ട. ശരിയേട്ടാ. അവൻ പറഞ്ഞ ലക്ഷ്മി ഹോട്ടലിൽ നീ വർക്കുന്ന റെസ്റ്റോറന്റ് അല്ലേ? ഇത് വല്ലതും പ്രണവിന് അറിയൂ? നമുക്ക് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കും അതറിയില്ല. അപ്പൊ പിന്നെ അവിടെ വെച്ച് നടക്കുന്ന പാർട്ടിയിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കും? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതരാവാനോ? വേണ്ട നിധി, നമുക്ക് പോകണ്ട. അതാ നല്ലത്. എന്താ ഗൗതം ഇത്? അപമാനിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും അപമാനിക്കാം. പക്ഷെ ആ ജോലി എനിക്കൊരു അപമാനമായിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് ജീവിക്കാനായി നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യും. അതിന് മറ്റുള്ളവർക്ക് എന്താ കുഴപ്പം? അതല്ല നിധി, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഗൗതം ഒന്നും പറയണ്ട. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ പ്രണവിന്റെ ഈ ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അവനത് വലിയ വിഷമാവും. പോണം ഗൗതം, നമുക്ക് വേറൊന്നും ആലോചിക്കണ്ട.
ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്തു പറ്റി ശിവാനി? ഈ സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? നിനക്കെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ല ആന്റി. എനിക്ക് ടെൻഷൻ വന്നാലും നല്ല ഉറക്കം കിട്ടും. പക്ഷെ സന്തോഷം വന്നാ എനിക്ക് ഉറക്കം വരികയില്ല. ആഹാ, അത് കൊള്ളാലോ. പ്രണവ് ബിസിനസ്സില് വലിയ നേട്ടങ്ങൾ കൊയ്തതിന്റെ സന്തോഷമായിരിക്കും അല്ലേ? ആ സന്തോഷം ഇല്ലാതെ ഇല്ല. പക്ഷെ അതിലധികം ഞാൻ സന്തോഷിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന പാർട്ടിയെ കുറിച്ച് ഓർത്തിട്ടാ. നാളത്തെ പാർട്ടി എന്ന് പറയുന്നത് പ്രണവിന്റെ സ്റ്റാഫുകൾക്ക് വേണ്ടിയോ ബിസിനസ് പാർട്ട്നേഴ്സിന് വേണ്ടിയോ ഉള്ളതല്ല. അത് നിധിക്ക് വേണ്ടി ഞാൻ നടത്തുന്ന പാർട്ടിയാണ്. ആന്റിയുടെ ചിന്ത ഇപ്പൊ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. നിധിക്ക് എന്തിനാണ് ഒരു പാർട്ടി നടത്തുന്നത് എന്നല്ലേ? നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ അത്? നാളെ ഞാൻ പാർട്ടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ആന്റിക്കറിയൂ? നിധി ബേററായിട്ട് ജോലി ചെയ്യുന്ന അതേ റെസ്റ്റോറന്റിൽ. നാളെ അവിടെ വെച്ചൊരു സെൻഡ് ഓഫ് കൊടുക്കുന്ന നിധിക്ക്. ജയിലിലേക്കുള്ള സെൻഡ് ഓഫ്. പാർട്ടിയും ആഘോഷമൊക്കെ ഗംഭീരായിട്ട് നടക്കും. അതിനിടയിലേക്ക് നമ്മുടെ SI വന്ന് കയറും. ഇളനീരിൽ മയക്കുമരുന്ന് കലർത്തി എന്റെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ നോക്കി എന്നുള്ള കേസില് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവളെ അറസ്റ്റ് ചെയ്തങ്ങ് കൊണ്ടുപോകും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? വെരി ഗുഡ്. നിധിയെയും ഗൗതമിനെയും പാർട്ടിയിലേക്ക് വിളിക്കണമെന്ന് ഏട്ടത്തി പറഞ്ഞപ്പോ ഒരു എതിർപ്പും ഇല്ലാതെ നീ അതിന് സമ്മതം മൊഴിയപ്പോഴേ അതില് ഒരപകടം എനിക്ക് മണത്തതാ. ഇത് കൃത്യമായ പ്ലാനിങ്ങാ. ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വെച്ച് നിധി അപമാനിതയാവും. ആ റെസ്റ്റോറന്റിൽ വെച്ച് തന്നെ അറസ്റ്റ് നടക്കുന്നതോടെ അവളുടെ ആ ജോലിയും പോയി കിട്ടും. ഒന്നും പോരാത്തതിന് അവള് ജയിലിലും ആവും. ഇത് നിന്റെ മാത്രം ലക്ഷ്യമല്ല ശിവാനി. നീ നേടുന്നത് എന്റെ ലക്ഷ്യവുമാ. ആന്റിയുടെ ലക്ഷ്യം അതെങ്ങനെ? നിന്റെ വയറ്റിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരില് പൊതുജനം മധ്യത്തില് ഇതുപോലെ ഒരു അറസ്റ്റ് നടന്നാൽ അതോടെ ഗൗതം നിധിയെ വെറുക്കും. ഇപ്പൊ നിധിയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പ്രണവിന് നിധി ബദ്ധശത്രു ആവും. ഈശ്വരമംഗലം വീടിന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏട്ടത്തിയുടെ മനസ്സില് നിധിയുടെ ചിത്രം ഏറ്റവും വൃത്തികെട്ടതാവും. അതോടെ നിധി ഒറ്റപ്പെടും. ഒറ്റപ്പെടുന്നത് നിധി മാത്രമായിരിക്കില്ല, ഗൗതമും തനിച്ചാവും. ആ സമയത്ത് അവൻ ആശ്വാസമേകാൻ, അവന്റെ മുറിവില് സ്നേഹത്തിന്റെ മരുന്ന് പുരട്ടിക്കൊടുക്കാൻ അമ്മയായ ഞാനുണ്ടാവും. നിധിയെ വെറുത്ത് എന്നേക്കുമായി അവളെ ഉപേക്ഷിച്ച് ഗൗതം എന്റെ കൂടെ തിരികെ ഈ ഈശ്വരമംഗലത്തേക്ക് വരും. നാളെ നേരം പുലരുന്നത് നിധിക്ക് വേണ്ടിയാ.